നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സൈബർ സുരക്ഷ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. കമ്പ്യൂട്ടർ സയൻസിനകത്ത് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് സൈബർ സെക്യൂരിറ്റി അഥവാ സൈബർ സുരക്ഷ. അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഈ വേമിനെ പറ്റിയിട്ട് ഇപ്പോൾ ചോദിക്കാറുണ്ട്. അതുപോലെ ട്രോജൻ ഹോഴ്സ് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ ഫിഷിംഗ്, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫിഷിങ്ങിനെ പറ്റിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ താഴോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫയർവാളും ആൻറ്റി വൈറസ് സ്കാനറുകൾ, കുക്കീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസിന് ചോദിച്ച് കാണാറുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയത്തില്ല, കാര്യങ്ങൾ മാത്രം പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. വേണ്ട പോയിന്റ്സ് മാത്രം പറഞ്ഞ് നമ്മൾ അങ്ങ് നിർത്തുന്നതായിരിക്കും. അപ്പം എന്താണ് സൈബർ സുരക്ഷ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് വ്യക്തിപരമായ പേരിലാണെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ ശൃംഖലകളായിട്ട്, അല്ലേ, ബാങ്കിങ് ഒക്കെ വലിയ ശൃംഖലകളായിട്ടുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വളരെ രഹസ്യാത്മക വിവരങ്ങൾ കൈമാറാനും പണം അടയ്ക്കാനും ബാങ്കുകളിലെ ധനകാര്യ ഇടപാടുകൾ നടത്തുന്നതുമൊക്കെ എന്തുപയോഗിച്ചിട്ടാണ്? ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ റെയിൽവേ ടിക്കറ്റുകൾ നൽകാനും ട്രെയിനുകളുടെ സമയക്രമം ലഭ്യമാകാനും മുതലായവയൊക്കെയായി റെയിൽവേ അവരുടെ സ്വന്തം ശൃംഖലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് റെയിൽവേ അവരുടെ സ്വന്തം ശൃംഖല ഉപയോഗിക്കുന്നു. ഇത് +2 പ്രിലിംസിന്റെ ഒരു ചോദ്യമായിരുന്നു. ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്യുന്നത് ഏത് തരം നെറ്റ്വർക്ക് ആണെന്നുള്ളത്. അപ്പോൾ എഴുതിയ ആൾക്കാർക്ക് അറിയാം, ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്ക് പ്രധാനമായിട്ടും ഈ കമ്പ്യൂട്ടർ ശൃംഖലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഭീഷണികളെ പറ്റിയിട്ട് പറയണം. അതാണ് സുരക്ഷയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. ഒന്നാമത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യം, സ്പീഡിൽ പോകുന്നത്. വളരെ 1 മാർക്ക് 2 മാർക്കൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു പോർഷനകത്തുനിന്ന് മാക്സിമം കിട്ടുക. 1 മാർക്ക് അങ്ങനെ കിട്ടും. അപ്പം ഒരുപാട് നേരം നിങ്ങളുടെ കളയുണ്ടായി എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. മനസ്സിലാക്കാത്ത പോർഷൻ ഉണ്ടെങ്കിൽ പറയാം, സ്ട്രെസ് ചെയ്ത് പറയാം. നമ്പർ 1 കമ്പ്യൂട്ടർ വൈറസ് ആണ് ഒന്നാമത്തെ സൈബർ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ ഒരു പ്രോഗ്രാം അതിനെ തന്നെ പ്രോഗ്രാമുകമായോ കൂട്ടിച്ചേർക്കുകയോ, ഇപ്പം നമ്പർ 1 കമ്പ്യൂട്ടർ വൈറസ് ആണ്. എന്താണ് കമ്പ്യൂട്ടർ വൈറസ്? ഒരു പ്രോഗ്രാം അതിനെ തന്നെ മറ്റൊരു പ്രോഗ്രാമുമായി കൂട്ടിച്ചേർക്കുകയോ നമ്മൾ അറിയാതെ തന്നെ അതിനെ മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് വ്യാപിപ്പിക്കുകയോ കമ്പ്യൂട്ടറുകളുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വൈറസ്. നമ്മൾ പറയത്തില്ല മൊബൈലിൽ വൈറസ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു പ്രോഗ്രാം അതിനെ തന്നെ മറ്റൊരു പ്രോഗ്രാമുമായിട്ട് കൂട്ടിച്ചേർക്കുക, അല്ലെ നമ്മൾ അറിയാതെ തന്നെ അതിനെ മറ്റു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കുക, കമ്പ്യൂട്ടറുകളുടെ സാധാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഒരു വൈറസ് ആണോ? അല്ല, അവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഒരു വൈറസിന് നമ്മുടെ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ തിരുത്തുവാനോ നശിപ്പിക്കാനോ അവ തന്നെ പകർപ്പുകൾ ഉണ്ടാക്കി മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വ്യാപനം ചെയ്യുവാനോ ഹാർഡ് ഡിസ്കിലെ വിവരങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുവാനോ ഒക്കെ സാധിക്കും. അപ്പം നമ്മുടെ ഫോണിൽ ഒരു വൈറസ് അല്ല നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റാസ് ഒക്കെ നശിപ്പിക്കാനും തിരുത്താനും മറ്റു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിപ്പിക്കാനും ഹാർഡ് ഡിസ്കിലെ വിവരണം കംപ്ലീറ്റ്ലി നശിപ്പിക്കാനും ഒക്കെ സാധിക്കും. മിക്കവാറും വൈറസുകളും എക്സിക്യൂട്ടബിൾ ഫയലിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടായിരുന്നാലും അത് തുറക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ അത് കമ്പ്യൂട്ടറിനെ ബാധിക്കുന്നുള്ളൂ. ഓൾറെഡി ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് കയറി, നമ്മൾ ആ ഫയൽ തുറക്കുകയാണെങ്കിൽ മാത്രമേ അത് കമ്പ്യൂട്ടറിനെ ബാധിക്കത്തുള്ളൂ. ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊന്നിലേക്ക് പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയ. എന്താണ് ഈ പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയ? ചോദ്യമാണ്. അതായത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഡേറ്റാസ് മാറ്റാൻ നമ്മൾ പെൻ ഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, അതൊക്കെയല്ലേ പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയ. പോർട്ടബിൾ മീൻസ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അപ്പോൾ പെൻ ഡ്രൈവ് വഴി നമ്മൾ ഒരു സിസ്റ്റത്തിലെ സാധനം മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തെ സാധനം കോപ്പി ചെയ്ത് വേറൊരിടത്തേക്ക് കൊണ്ടുപോകും. അതാണ് പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഫയൽ കൈമാറ്റം ചെയ്യുമ്പോഴോ ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്, ഫയൽ എന്താണ് നമ്മൾ പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക എന്നിവയിലൂടെയൊക്കെയാണ് വൈറസ് വ്യാപിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് ഉണ്ട്. ആ വൈറസിനെ ഞാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ച് എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു സാധനം മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുമ്പം ഇതിലെ വൈറസ് അവിടേക്ക് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈറസുകൾ ഇൻ്റർനെറ്റിൽ ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കോടികളുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. ഇനി നമ്പർ 2 വേം എന്ന് പറയുന്ന സാധനം. എന്താണ് ഈ വേം? മറ്റു കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കാവുന്ന തരത്തിൽ സ്വയം തനിപ്പകർപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകാരിയായ സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വേം എന്ന് വിളിക്കുന്നത്. അതായത്
മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ സ്വയം തനിപ്പകർവ് സ്വന്തമായിട്ട് എന്താണ് അതുപോലെ എക്സാക്റ്റ് സാധനം സൃഷ്ടിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ കമ്പ്യൂട്ടർ വേം എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽപ്പെട്ടവ വൈറസുകളെ അപേക്ഷിച്ചിട്ട് മറ്റു പ്രോഗ്രാമുകളുമായി കൂടിച്ചേരാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റുള്ളവയിലേക്ക് സ്വയം വ്യാപനം ചെയ്യുന്നു. ഇപ്പം നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ വൈറസ് ഒരു പ്രോഗ്രാമുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് അല്ലേ, മറ്റൊരിടത്തേക്ക് വ്യാപിക്കുകയോ നമ്മളറിയാതെ വ്യാപിക്കുകയും ചെയ്യുമ്പം വേം എന്താ ചെയ്യുന്നത്, അതായത് ഇവ എന്ത് ചെയ്യുന്നു, മറ്റു വൈറസുകളെ അപേക്ഷിച്ച് മറ്റു പ്രോഗ്രാമുകളായിട്ട് കൂടിച്ചേരാതെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റുള്ളവരിലേക്ക് സ്വന്തമായിട്ട് വ്യാപനം ചെയ്യുന്നു. ഇവ കമ്പ്യൂട്ടർ ശൃംഖലയുടെ ബാൻഡ് വിഡ്ത്ത് അപഹരിച്ച് വിവര കൈമാറ്റത്തിന്റെ വേഗം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻഡ് വിഡ്ത്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നെറ്റ്വർക്ക്സ് നല്ല സ്മൂത്ത് ആയിട്ട് നടക്കും. ഒരു സ്ഥലത്ത് നിന്ന് ഞാനൊരു വിവരം അയച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഈ വേം എന്ത് ചെയ്യും, ബാൻഡ് വിഡ്ത്തിനെ അപഹരിക്കുന്നു. അതായത് ബാൻഡ് വിഡ്ത്തിനെ വീക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ വിവര ഡേറ്റാസിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ വേഗത അങ്ങ് കുറയ്ക്കും. ഒരു ഇമെയിൽ അഡ്രസ് ബുക്കിലെ എല്ലാ ഇമെയിൽ വിലാസത്തിലേക്കും വേമിൻ്റെ ഒരു പകർപ്പ് അയക്കാൻ, ഒരു ഇമെയിൽ അഡ്രസ് ബുക്കിലെ എല്ലാ ഇപ്പം ഒരു ഇമെയിൽ അഡ്രസ് ബുക്ക് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, അതിനകത്ത് ഏതൊക്കെ മെയിൽ അഡ്രസ്സ് ഉണ്ടോ അതിലേക്കെല്ലാം ഈ വേമിൻ്റെ ഒരു പകർപ്പ് അയക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ സ്വീകർത്താക്കളുടെയും ഇമെയിൽ അഡ്രസ് ബുക്കിലെ ഇമെയിലിലേക്ക് പകർപ്പ് വയ്ക്കുന്ന പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് സ്വയം വ്യാപനം. ഇപ്പം നമ്മളറിയാതെ പോലും ഈ ഒരു വേം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ എല്ലാവരും അതിനകത്തുള്ള എല്ലാ മെയിൽ ഐ ഡിയിലേക്കും ഇതിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പകർപ്പ് അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ദെൻ ട്രോജൻ ഹോഴ്സ്, അത് ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രോജൻ ഹോഴ്സ് എന്താണത്, നമുക്ക് ഉപകാരപ്രദമായ സോഫ്റ്റ്വെയർ ആണ് എന്ന തോന്നലുണ്ടാക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നഷ്ടം വരുത്തുന്നതുമാണ് ട്രോജൻ ഹോഴ്സ് ചെയ്യുന്നത്. നമ്മൾ കണ്ടാൽ തോന്നും നമ്മുടെ മൊബൈലിനും സിസ്റ്റത്തിനും ഒക്കെ നല്ലതാണെന്ന്, പക്ഷേ എന്ത് ചെയ്യും, അത് ഇൻസ്റ്റാൾ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നഷ്ടം വരുത്തുന്നതാണ് ഈ ട്രോജൻ ഹോഴ്സിൻ്റെ പ്രത്യേകത. ഈ ട്രോജൻ ഹോഴ്സ് ഉപഭോക്താക്കളെ തന്ത്രപരമായാണ് അവരുടെ കമ്പ്യൂട്ടറുകളിൽ ഇത്തരം സോഫ്റ്റ്വെയർ സംഭരിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ ട്രോജൻ ഹോഴ്സ് ബാധിച്ചു കഴിഞ്ഞാൽ അവ നമ്മുടെ കമ്പ്യൂട്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഫയലുകൾ നശിപ്പിച്ച് വിവരങ്ങളെ നഷ്ടപ്പെടുത്തും. ചില ട്രോജനുകൾ കമ്പ്യൂട്ടറിന്റെ പിൻവാതിലിലൂടെ അപകടകാരികളായ ഉപഭോക്താക്കൾക്ക് പ്രവേശന മാർഗം തുറന്നു കൊടുക്കുകയും അതിലൂടെ രഹസ്യ വിവരങ്ങളോ സ്വകാര്യ വിവരങ്ങളോ ശൃംഖലയിലൂടെ ചോർത്തുവാനൊക്കെ സാധിക്കുന്നു. എന്നാൽ വൈറസ്, വേം എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രോജനുകൾ സ്വയം പെരുകുകയോ ബാധിച്ച ഫയലുകളുടെ പകർപ്പുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അപ്പം ഇതാണ് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഡിഫറൻസ്? കമ്പ്യൂട്ടർ വൈറസ് ഒരു സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. വേം മറ്റൊരെണ്ണമാണ്, അതുപോലെ ട്രോജൻ ഹോഴ്സ് വേറൊരെണ്ണമാണ്. ഇതിൻ്റെ എല്ലാം പ്രത്യേകതകളാണ് നമുക്ക് ഇനി വരുന്ന എക്സാംസിനൊക്കെ വേണ്ടത്. കാരണം ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ട്രോജൻ ഹോഴ്സ് എന്താണ്, സ്വന്തമായി പെരുകുകയോ ബാധിച്ച ഫയലുകളുടെ തനിപ്പകർപ്പ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ വേമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, സ്വന്തമായിട്ട് പെരുകാനുള്ള ഒരു അവസരം വേമിന് ഉണ്ട് അല്ലേ. ഇമെയിലിലേക്ക് പകർപ്പ് അയക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു കഴിവ് വേമിന് ഉണ്ട് ആണല്ലോ. എന്നാൽ സ്റ്റോറേജ് മീഡിയ, പോർട്ടബിൾ സ്റ്റോറേജ് മീഡിയ വഴി ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് ആര്, കമ്പ്യൂട്ടർ വൈറസുകൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാറ്റങ്ങൾ. അപ്പം ഇവിടെ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ, വേണ്ട കാര്യങ്ങൾ മാത്രം. നെക്സ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഈ സ്പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലേ, നമ്മുടെ സമ്മതപ്രകാരമല്ലാത്ത നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ മെയിലിലേക്ക് ഇങ്ങനെ വന്നു കിടക്കും, സ്പാം മെസ്സേജസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ പ്രചരണത്തിന് വേണ്ടി എല്ലാവർക്കും അയക്കുന്ന സന്ദേശങ്ങളെയാണ് നമ്മൾ സ്പാം അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇമെയിൽ ഉപഭോക്താക്കളുടെ, ഇപ്പോൾ എനിക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് സമ്മതമൊന്നുമില്ലാതെ ഉൽപ്പന്നം ഇതാണ്, സേവനം ഞങ്ങൾ ഇങ്ങനെ തരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് ജങ്ക് മെയിൽസ് അല്ലെങ്കിൽ സ്പാം എന്നറിയപ്പെടുന്നു. ഇത്തരം ഇമെയിലുകൾ അയക്കുന്നവർ ചാറ്റ് റൂമുകൾ, വെബ്സൈറ്റുകൾ, ഇത്തരം ഇമെയിലുകൾ അയക്കുന്നവർ ചാറ്റ് റൂമുകൾ, വെബ്സൈറ്റുകൾ, ഉപഭോക്താക്കളുടെ പട്ടികകൾ, വാർത്താക്കൂട്ടങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് ഇമെയിൽ വിലാസങ്ങളൊക്കെ ശേഖരിക്കുന്നത്. അപ്പം നമ്മൾ പറയത്തില്ലേ നമ്മുടെ മെയിൽ ഐ ഡി ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ലെന്ന്. നമ്മൾ പലയിടത്തായിട്ട് ഈ മെയിൽസ് നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ആയിരിക്കും ഇവർക്ക് നമ്മുടെ മെയിൽ ഐ ഡി കിട്ടുന്നത്. അപ്പോൾ സ്പാമുകളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില വൈറസുകൾ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റുകൾ ഉപഭോക്താക്കൾക്ക് അയച്ചു തന്നേക്കാം. ഇത് ഒട്ടുമിക്ക ഇമെയിൽ സേവനദാതാക്കളും യഥാർത്ഥ ഇമെയിലുകളുടെയും സ്പാമുകളുടെയും തമ്മിൽ വേർതിരിക്കുന്ന ഇമെയിൽ ഫിൽട്ടറുകൾ സൂചിപ്പിക്കുന്നത് പോലെ ലഭ്യമാകുന്നു. കണ്ടോ,
ഇങ്ങനെ തന്നെ വന്ന് കിടക്കും. സ്പാം കണ്ടോ, മെയിൻ മെനുവിലെ സ്പാമുകളുടെ ശേഖരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് വൈറസുകളൊക്കെ ചേർത്തിട്ടുള്ള ഇമെയിൽ സ്പാംസ് ആയിരിക്കും നമുക്ക് വന്ന് കിടക്കുന്നത്. നെക്സ്റ്റ് വൺ എല്ലാവർക്കും അറിയാം, ഹാക്കിംഗ്. എന്താണ് ഹാക്കിങ്? അതായത് കമ്പ്യൂട്ടർ ശൃംഖലയുടെയും അവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുടെയും സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സാങ്കേതിക പ്രവർത്തനമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലേ? കമ്പ്യൂട്ടർ സുരക്ഷാ വിദഗ്ധരും കമ്പ്യൂട്ടർ കുറ്റവാളികളും ഹാക്കിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടുമുണ്ട് അത് എത്തിക്കലായിട്ടുള്ളത്, അല്ലേ? എത്തിക്കൽ ഹാക്കിംഗ് എന്ന് നമ്മൾ അതിനെ പറയും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളികൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ സാധനങ്ങൾ ഹാക്ക് ചെയ്തെടുക്കുക, അത് കുറ്റവാളികൾ ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയുടെ സുരക്ഷ പരിശോധിക്കാനും പോരായ്മകൾ കണ്ടെത്താനും ഈ കമ്പ്യൂട്ടർ വിദഗ്ധന്മാർ ഹാക്കിംഗ് നടത്താറുണ്ട്. അവരെ വിളിക്കുന്ന പേര് വൈറ്റ് ഹാറ്റ്സ് എന്നാണ്. അത് പഠിച്ചു വയ്ക്കുക, വൈറ്റ് ഹാറ്റ്സ് എന്നാണ് അങ്ങനെയുള്ളവരെ വിളിക്കുന്നത്. ഇതിനെ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കും. എന്താണ് എത്തിക്സ് ഉള്ള ഹാക്കിംഗ്? എന്നാൽ കമ്പ്യൂട്ടർ കുറ്റവാളികൾ സുരക്ഷിത ശൃംഖലകൾ തകർക്കുന്നത് വിവരങ്ങൾ നശിപ്പിക്കുവാനോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ശൃംഖല ഉപയോഗിക്കുന്നത് തടയാനോ വേണ്ടിയോ ആണ്. അവിടെ രഹസ്യമായ വിവരങ്ങൾ മോഷ്ടിക്കാനോ ഫയലുകൾ നശിപ്പിക്കാനോ ആണ് ഇത്തരക്കാരുടെ ഉദ്ദേശം. അവരെ നമ്മൾ ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് വിളിക്കും, കുറ്റവാളികളല്ലേ. അപ്പം വൈറ്റ് ബ്ലാക്ക് ഹാക്കേഴ്സിനിടയിൽ വരുന്നവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഇവർ സതുദ്ദേശത്തോടെയും കൂടുതൽ സുരക്ഷയ്ക്ക് വേണ്ടി നിയമവിരുദ്ധമായി പ്രവർത്തിച്ച് ശൃംഖലയുടെ ദോഷപൂർണ്ണത തിരിച്ചറിയുന്നു. അപ്പം 3 തരത്തിലുള്ള ഹാക്കിംഗ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി സ്ഥിരം ചോദ്യം വരുന്ന ഒന്നാണ് ഫിഷിങ്, അല്ലേ? ഇത് ഇപ്പം 2-3 എടുത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തി വിവര മോഷണത്തിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന വ്യക്തി വിവര മോഷണം പ്രമുഖ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളോട് സാമ്യം തോന്നത്തക്ക രീതിയിൽ നമ്മുടെ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും ഹോം പേജും നിർമ്മിച്ച് അതിലൂടെ ഇടപാടുകാരുടെ യൂസർ നെയിമും പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതാണ് ഫിഷിംഗ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തെ സ്പൂഫിംഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്താണ് സ്പൂഫിംഗ്? ഫിഷിംഗ് എന്താണ്? വിവരമോഷണമാണ്, അല്ലേ? വിവരമോഷണം, വ്യക്തികളുടെ വിവരം മോഷ്ടിക്കുക, യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡിൻ്റെ വിശദാംശങ്ങളൊക്കെ മോഷ്ടിക്കുക. എങ്ങനെ മോഷ്ടിക്കും? ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രമുഖ ബാങ്കുകളുടെയും സാദൃശ്യമുള്ള അതേപോലെ ഇരിക്കുന്ന വെബ്സൈറ്റുകൾ നിർമ്മിക്കുക, അല്ലേ? അങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള വെബ് പേജ് നിർമ്മാണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൂഫിംഗ്. അത് ചോദിക്കാറുണ്ട്. ആളുകളുടെ ഇത്തരം വ്യാജമായ വെബ്സൈറ്റുകളിലേക്ക് ഇമെയിൽ വഴി വശീകരിച്ച് അവരുടെ യൂസർ നെയിമും പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ മോഷ്ടിക്കുകയും അതുപയോഗിച്ച് പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഭീഷണിയാണ് നമ്മളെ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ URL പരിശോധിച്ചാൽ അതൊരു ഫിഷിംഗ് വെബ്സൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ URL നോക്കിയിട്ടായിരിക്കണം നമ്മളത് ഫിഷിംഗ് വെബ്സൈറ്റ് ആണോ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, സ്പൂഫിങ്ങും നോക്കണം, അതുപോലെ ഫിഷിംഗ് എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്ത ഒരു കാര്യമാണ് ഡിനയൽ ഓഫ് സർവീസ് ആക്രമണം, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. DOS അറ്റാക്ക് സാധാരണയായി വെബ് സെർവറുകളെയാണ് ലക്ഷ്യമിടുന്നത്. വെബ് സെർവർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം DOS അറ്റാക്ക് ആരെയാണ് ലക്ഷ്യമിടുന്നത്? വെബ് സെർവറുകളെയാണ്. ഈ ആക്രമണത്തിൽ സെർവറുകൾ പ്രവർത്തനരഹിതമാകുന്നു. ഇതിനെ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. അപ്പം DOS അറ്റാക്ക് ആർക്കെതിരെയാണ്? വെബ് സെർവറാണ് ലക്ഷ്യമിടുന്നത്. അപ്പം ഇങ്ങനെ സെർവറിനെ ബാധിച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ സെർവർ അങ്ങ് പ്രവർത്തനരഹിതമാകും, അല്ലേ? അപ്പോൾ ഇതിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്, DOS. ഇതിലൂടെ വെബ് സെർവറിന്റെ പതിവ് ഉപഭോക്താക്കൾക്കുള്ള സേവനം തടസ്സപ്പെടുന്നു. ഇതിന് ഒരു കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ചാണെങ്കിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നും, മറിച്ച് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നും വിളിക്കുന്നു. നമ്മുടെ ബ്രൗസർ സോഫ്റ്റ്വെയറിലൂടെ വെബ്സൈറ്റ് അഡ്രസ് നൽകി വെബ് സെർവറിൽ നിന്നും ഈ പേജ് ലഭിക്കാൻ അപേക്ഷിക്കുന്നു. DOS ആക്രമണത്തിലൂടെ ഇത്തരം ധാരാളം അപേക്ഷ വെബ് സെർവറിലേക്ക് എത്തുകയും സെർവറിന് അതിന്റെ ഭാരം താങ്ങാൻ സാധിക്കാതെ പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള DOS ആക്രമണത്തിലൂടെ ശൃംഖലയുടെ പ്രവർത്തന വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ DOS ആക്രമണം ബാധിക്കപ്പെട്ട സോംബീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ധാരാളം തെറ്റായ സന്ദേശങ്ങളും അപേക്ഷകളിലും സെർവറിന് നൽകുന്നു.
ഇങ്ങനെ സെർവറിലേക്കുള്ള ഡേറ്റയുടെ പോക്കുവരവ് വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാതിരിക്കുന്നു. അങ്ങനെ ആ കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമാക്കി വീണ്ടും പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തേക്ക് ഉപഭോക്താക്കൾക്ക് സെർവറിന്റെ സേവനം ലഭ്യമാകാതെ ഇരിക്കുന്നു. ഇത്തരം ആക്രമണത്തിലൂടെ കുറച്ചു നേരത്തേക്ക് സെർവറിന്റെ പ്രവർത്തനം ലഭ്യമല്ലെങ്കിലും വൈറസ് ആക്രമണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫയലുകളൊന്നും നഷ്ടപ്പെടത്തില്ല. അപ്പം എന്താ ചെയ്യുന്നത്? ഡിനയൽ ഓഫ് സർവീസ് ആക്രമണം, അല്ലെങ്കിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവറിനെ ബിസി ആക്കി വയ്ക്കുക, സെർവറിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ പല കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. അത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ആണ്. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരെണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് നമ്മൾ വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പലതരത്തിൽ ഒരു അറ്റാക്കർ വന്നു, അതിന് 2 ഹാൻഡലർ കാണും, ഇതുവഴി പലതിലോട്ട് ഇത് വ്യാപിപ്പിക്കും. അപ്പോൾ പലതരത്തിലെ ഈ ഒരേ സെർവറിലേക്ക് പല സ്ഥലത്ത് നിന്നും റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സെർവർ കയറി അങ്ങ് സ്റ്റക്ക് ആവും. ഫോർ എക്സാമ്പിൾ PSCയുടെ ഒക്കെ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് PSCയുടെ സൈറ്റിലോട്ട് കയറാൻ നമുക്ക് പറ്റുമോ? എന്താ കാര്യം? കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചുകൊണ്ടേ ഇരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, PSC സൈറ്റിലേക്ക് ഒന്ന് കയറാൻ. അപ്പോൾ എല്ലാവരും കൂടെ ഈ സെർവറിൻ്റെ മണ്ടയ്ക്കോട്ട് വരുമ്പോഴത്തേക്ക് സെർവർ കയറി സ്റ്റക്ക് ആവും. അതാണ് നമ്മൾ പറയത്തില്ലേ, 12 മണി വരെ സമയമുണ്ട്, അപേക്ഷ അയക്കാൻ 12 മണി വരെ നോക്കിയിരിക്കരുത്. കാരണം എന്താണ്, ഈ സമയം ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ സെർവറിനകത്ത് കയറി അയക്കാൻ ശ്രമിക്കുമ്പോൾ സെർവർ ബിസി ആവും. ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്. എന്താണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക്? അതുകൂടെ നോക്കാം. മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് ആക്രമണങ്ങളിൽ അക്രമകാരി പ്രേക്ഷകന്റെയും സ്വീകർത്താവിന്റെയും ഇടയിലുള്ള ഇലക്ട്രോണിക് സന്ദേശങ്ങളുടെ വഴി തടഞ്ഞു പിടിക്കുകയും അവയിൽ മാറ്റങ്ങൾ വരുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്ത് സന്ദേശത്തിന് പ്രസാരണം ചെയ്യുന്നു. പ്രേക്ഷകൻ സന്ദേശങ്ങൾ വേണ്ട സുരക്ഷ ഒതുക്കാതെ പ്രസരണം ചെയ്യുന്നതിനാൽ അക്രമകാരിക്ക് ശൃംഖലയുടെ ദോഷപൂർണത ചൂഷണം ചെയ്യാനാകും. ശൃംഖലാ പ്രസരണം തടസ്സമില്ലാതെ നടക്കുന്നതിനാൽ പ്രേക്ഷകനും സ്വീകർത്താവിനും സന്ദേശങ്ങളിലുള്ള രൂപമാറ്റം മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. ഇത്തരം കമ്പ്യൂട്ടറിലൂടെ ഓൺലൈൻ വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ ഇടയിലുള്ള ആൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും പാസ്വേഡ് എന്നിവ പിടിച്ചെടുത്ത് പണം അപഹരിച്ച് ധനനഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ഇത് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇതിപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നതായതുകൊണ്ട് നമുക്കറിയാം. നമുക്ക് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി നമുക്ക് നെറ്റ്വർക്ക് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. നമ്പർ 1, ഫയർവാൾ. ചോദിക്കാറുണ്ട്, ഒരു സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് സുരക്ഷ നൽകുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉൾപ്പെടുന്ന സംവിധാനത്തെ നമ്മൾ ഫയർവാൾ എന്ന് വിളിക്കും. ഇതാണ് ഒരു സ്ഥാപനം. അവിടെ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ആ നെറ്റ്വർക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉൾപ്പെടുന്ന സംവിധാനമാണ് ഫയർവാൾ. ഫയർവാൾ കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് വിനാശകരമായ വിവരങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്ന ചിത്രമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു പ്രൊട്ടക്ഷൻ പോലെ നടുക്ക് നിൽക്കുന്നു. അടുത്തത് ആൻറ്റിവൈറസ് സ്കാനേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വൈറസ് നമ്മൾ പറയത്തില്ല ആൻറ്റിവൈറസ് ഉണ്ടോ ഫോണിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത്, അങ്ങനെയാണെങ്കിൽ വൈറസ് കയറില്ല എന്ന്. ഈ വൈറസ്, വേർമർ, ട്രോജൻ ഹോഴ്സ് എന്നിവ വിനാശകരമായ സോഫ്റ്റ്വെയർക്ക് ഉദാഹരണങ്ങളാണെന്ന് പഠിച്ചു. ആൻറ്റിവൈറസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇവയെ കണ്ടുപിടിക്കുകയും സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്യുകയൊക്കെ ചെയ്യാം. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നും അറിയപ്പെടുന്ന വൈറസുകളെ കണ്ടുപിടിച്ച് നീക്കം ചെയ്യുന്നു. അറിയപ്പെടുന്ന വൈറസുകളുടെയും മാൽവെയറുകളുടെയും വിശദാംശങ്ങൾ അടങ്ങിയ വൈറസ് നിർവചന ഫയലുകൾ ആൻറ്റിവൈറസ് സ്കാനറുകൾ ഉപയോഗിക്കുന്നു. ഒരു ആൻറ്റിവൈറസ് പ്രോഗ്രാം ഫയലുകൾ പരിശോധിക്കുമ്പോൾ മാൽവെയറോ വൈറസോ അതിൽ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം നിർത്തി ആ ഫയലിനെ ക്വാറന്റൈനിലേക്ക് മാറ്റുന്നു. ക്വാറന്റൈൻ എന്താണെന്ന് അറിയാലോ, ഒറ്റപ്പെടുത്തുക. അപ്പം ആ ക്വാറന്റൈനിലേക്ക് മാറ്റുന്നു. വൈറസ് ബാധിച്ച ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രത്യേക സ്ഥലമാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. എന്താണ്, വൈറസിനെ മാത്രം മാറ്റിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തുന്നതിനാണ് ക്വാറന്റൈൻ, ഒറ്റയ്ക്കാക്കിയത്. പിന്നീട് ഈ ഫയലിലെ വൈറസിനെ നീക്കം ചെയ്യുകയോ ഫയലിനെ നശിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ ഫലപ്രദമായ ഉപയോഗത്തിന് വൈറസ് നിർവചന ഫയലുകൾ പതിവായി ഓൺലൈനിലൂടെ നവീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ലേറ്റസ്റ്റ് ആക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലേ, ഓരോ വട്ടം ഇൻസ്റ്റാൾ ചെയ്ത് ലേറ്റസ്റ്റ് ആക്കി കൊടുക്കാറുണ്ട്. ദെൻ കുക്കീസ് എന്ന് പറയുന്ന പല വെബ്സൈറ്റുകൾ നോക്കുമ്പോഴും നമുക്ക് കുക്കീസ് കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ടെക്സ്റ്റ് ഫയലാണ് കുക്കീസ്. വെബ്സൈറ്റിലെ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ മുതലായ വിവരങ്ങൾ ഇവ സൂക്ഷിക്കുന്നു. ബ്രൗസറുകൾക്ക് ഈ വിവരങ്ങൾ കമ്പ്യൂട്ടറിലെ കുക്കീസ് ഫോൾഡറിൽ സൂക്ഷിക്കുന്നു. സമയലാഭത്തിനും ഫലപ്രദമായ ബ്രൗസിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കീസൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മിക്ക വെബ്സൈറ്റ്സിലും കുക്കീസ് കാണാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലിയർ ആയിട്ട്
എന്ത് നോക്കേണ്ടത്? സെക്യൂരിറ്റീസിനകത്ത് നിന്നും പഠിക്കേണ്ടത്. ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കരുത്. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.